قالوا ادع لنا ربك يبين لنا ما هي إن البقرة تشابه علينا وإنا إن شاء الله لمهتدون. സൂറത്തുൽ ബഖറയിലെ 70-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതി കേൾപ്പിച്ചത്. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ചില നിയമങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി ഖാലു ദുഉ ലനാ, സുക്കൂനുള്ള ദാലായതുകൊണ്ട് തന്നെ ഖൽഖല ചെയ്യേണ്ടതാണ്. ഇന്നൽ ബഖറ, ഷദ്ദുള്ള നൂന് 2 ഖദർ മണിക്കേണ്ടതാണ്. വ ഇന്നാ, ഇവിടെ ആദ്യം ഷദ്ദുള്ള നൂന് 2 ഖദർ മണിക്കേണ്ടതാണ്. അതിനുശേഷം ദീർഘം വന്നിട്ടുണ്ട്, 4-5 ഖദർ നീട്ടേണ്ടതാണ്. ഇൻഷാ അല്ലാഹു, ഇൻഷാ, സുക്കൂനുള്ള നൂന് ശേഷം ഷീന് വന്നു. ഇഖ്ഫാഉൽ ഹഖീഖിയാണ് നിയമം. സുക്കൂനുള്ള നൂനിന്റെ ശബ്ദം അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. ഷാ എന്ന വാക്ക് അൽ മദ്ദുൽ മുത്തസിലാണ്. അപ്പോൾ 4-5 ഖദർ ദീർഘിപ്പിക്കേണ്ടതാണ്. ലമുഹ്തദൂൻ എന്ന വാക്കിൽ നിർത്തുകയാണെങ്കിൽ അൽ മദ്ദുൽ ആരിദ് ലിസ്സുക്കൂനാണ് നിയമം. 2, 4, 6 ഖദർ നീട്ടാവുന്നതാണ്. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. قالوا ادع لنا ربك يبين لنا ما هي إن البقرة تشابه علينا وإنا إن شاء الله لمهتدون. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه والصلاة والسلام على نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 70-ാമത്തെ ആയത്തിന്റെ പഠനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. قالوا ادع لنا ربك يبين لنا ما هي إن البقرة تشابه علينا وإنا إن شاء الله لمهتدون. ഇവിടെ ഈ 70-ാമത്തെ ആയത്തിൽ പരാമർശിക്കപ്പെട്ട വാക്കാർത്ഥങ്ങൾ ഖാലു, അവർ പറഞ്ഞു, ഉദ്ഉ ലനാ, ഞങ്ങൾക്കു വേണ്ടി താങ്കൾ പ്രാർത്ഥിക്കുക, റബ്ബക, താങ്കളുടെ റബ്ബിനോട്, യുബയ്യിൻ ലനാ, അവൻ ഞങ്ങൾക്ക് വിവരിച്ചു തരട്ടെ, മാഹിയ, അത് എന്താണെന്ന്, ഇന്നൽ ബഖറ, നിശ്ചയമായും പശു, തശാബഹ, പരസ്പരം സാദൃശ്യമായിരിക്കുന്നു, അതായത് തിരിച്ചറിയാതായിരിക്കുന്നു, അലൈന, ഞങ്ങൾക്ക്, വ ഇന്ന, നിശ്ചയമായും ഞങ്ങൾ, ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചാൽ, ല മുഹ്തദൂൻ, നേർമാർഗം പ്രാപിക്കുന്നവർ തന്നെ. അപ്പോൾ സഹോദരങ്ങളെ, ഈ വാക്കാർത്ഥങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ സൂറത്തുൽ ബഖറയുടെ 70-ാമത്തെ ആയത്തിന്റെ അർത്ഥം, അവർ പറഞ്ഞു, അത് ഏത് തരമാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ നിന്റെ രക്ഷിതാവിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തീർച്ചയായും പശുക്കൾ പരസ്പരം സാദൃശ്യമുള്ളതായി ഞങ്ങൾക്ക് തോന്നുന്നു. ഞങ്ങൾ അള്ളാഹു ഉദ്ദേശിച്ചാൽ നേർമാർഗം പ്രാപിക്കുന്നവർ തന്നെയായിരിക്കും. സഹോദരങ്ങളെ, ഇവിടെ ഈ ആയത്തിൽ ബനു ഇസ്രായേലിയർ അവർ മൂസാ നബി അലൈഹിസ്സലാമിയോട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ വ്യക്തമാക്കുന്നത്. ഒരു പശുവിനെ അറുക്കുവാൻ പറഞ്ഞപ്പോൾ ഈ ആളുകൾ ആദ്യം ചോദിച്ചു ആ പശുവിന്റെ പ്രായം എന്തായിരിക്കണമെന്ന്. അപ്പോൾ ആ കാര്യം അവർക്ക് വ്യക്തമാക്കി കൊടുത്തപ്പോൾ പിന്നെ അവർ രണ്ടാമതായി ചോദിക്കുന്നത് ആ പശുവിന്റെ നിറമെന്തായിരിക്കണമെന്നാണ്.
അതും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വ്യക്തമാക്കി കൊടുത്തപ്പോൾ ആ ജനങ്ങൾ വീണ്ടും മൂസാ നബി അലൈഹിസ്സലാമിയോട് ആവശ്യപ്പെടുകയാണ്. ഖാലു ദുഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ഹി. അവർ പറഞ്ഞു, അത് ഏത് തരമാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ നിന്റെ രക്ഷിതാവിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. ഈ കാര്യം പറഞ്ഞതിന് ശേഷം, അവർ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടതിന് ശേഷം അതിന് ന്യായമായി പറയുന്ന കാര്യം, അവരുന്നയിക്കുന്ന ആ ഒരു ന്യായവാദം, അതവർക്ക് ചെറിയ രൂപത്തിൽ ഒരു ബോധോദയം വന്നിട്ടുണ്ടെന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. എന്താണ് അവർ പറയുന്നത്? അവർ മൂസാ നബി അലൈഹിസ്സലാമിയോട് പറയുകയാണ്, ഇന്നൽ ബഖറ തശാബഹ അലൈനാ, തീർച്ചയായും പശുക്കൾ പരസ്പരം സാദൃശ്യമുള്ളതായി ഞങ്ങൾക്ക് തോന്നുന്നു. വ ഇന്നാ ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ, ഞങ്ങൾ അള്ളാഹു ഉദ്ദേശിച്ചാൽ നേർമാർഗം പ്രാപിക്കുന്നവർ തന്നെയായിരിക്കുമെന്നാണ്. ഇവിടെ അവർ മൂസാ നബി അലൈഹിസ്സലാമിയോട് പറയുന്നത്, അറുക്കേണ്ട ആ പശുവിനെ ഞങ്ങൾക്ക് തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അള്ളാഹു എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന ആ ഒരു വിഷയം, അതിലേക്ക് മാർഗം ലഭിക്കുന്നില്ല ഞങ്ങൾക്ക്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല. എന്നാൽ അള്ളാഹു ഉദ്ദേശിക്കുകയാണ് എങ്കിൽ ഞങ്ങൾ അള്ളാഹു കാണിച്ചു തന്ന ആ നേർമാർഗത്തിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും, ആ നേർമാർഗം പ്രാപിക്കുന്നവരായിരിക്കും എന്നാണ് അവർ മൂസാ നബി അലൈഹിസ്സലാമിയോട് പറയുന്നത്. അപ്പോൾ അവർ ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുന്നത്, അവർ മൂസാ നബി അലൈഹിസ്സലാമിയോട് അടുത്ത ചോദ്യം ഉന്നയിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്, ഒന്നുകൂടി വ്യക്തമാക്കി തരുവാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ്. ഇനി അതിന്റെ ഉത്തരവും തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വ്യക്തമാക്കി കൊടുക്കുന്ന ഭാഗങ്ങളും അതുപോലെ തന്നെ പശുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ മറ്റു സംഭവങ്ങളുമൊക്കെ തുടർന്നു വരുന്ന ആയത്തുകളിലാണ് നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കാനുള്ളത്. ഇവിടെ ഈ ആയത്തിന്റെ വിശദീകരണം അവസാനിക്കുകയാണ്. ഇതാണ് സഹോദരങ്ങളെ സൂറത്തുൽ ബഖറയുടെ 70-ാമത്തെ ആയത്തിന്റെ വിശദീകരണമായിട്ട് നമ്മുടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാര് ചർച്ച ചെയ്ത ഭാഗങ്ങളുടെ ഒരു സംക്ഷിപ്തമാണ് ഇവിടെ അവതരിപ്പിച്ചത്. ഇനി നമുക്ക് ഈ ആയത്ത് തജ്വീദോടുകൂടി എങ്ങനെ പാരായണം ചെയ്യാമെന്നാണ് പഠിക്കാനുള്ളത്. അതിനായി ഷെയ്ഖ് യാസർ ബിൻ ഹംസ ഹഫിളല്ലാഹ് അദ്ദേഹം അയച്ചു തന്ന ഖുർആൻ പാരായണത്തിന്റെ ക്ലിപ്പ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും അത് കേൾക്കുകയും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.